കൊച്ചി തീരത്തുണ്ടായിട്ടുള്ള കാർഗോ ഷിപ്പ് അപകടം വലിയ രീതിയിൽ ആശങ്ക പരത്തുകയാണ് ഇപ്പോൾ. കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാരെ എല്ലാം സുരക്ഷിതമായി തന്നെ കരക്കെത്തിച്ചു കഴിഞ്ഞു. കപ്പൽ പൂർണ്ണമായിട്ട് മുങ്ങുന്ന കാഴ്ചകൾ നമ്മൾ വാർത്തകളിലും സോഷ്യൽ മീഡിയയിലും മറ്റും കണ്ടിട്ടുണ്ടാവും. പക്ഷേ കപ്പലിലുണ്ടായിരുന്ന 640 മുകളിൽ വരുന്ന കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചതാണ് ഇപ്പൊ പ്രശ്നം കൂടുതൽ വഷളാകാൻ കാരണം. 13-ലധികം അപകടകാരികളായിട്ടുള്ള ഇന്ധനങ്ങൾ നിറഞ്ഞ കണ്ടെയ്നറുകളാണ് അപകട ഭീഷണിയായിട്ട് മാറുന്നത്. ഈ ഒരു കപ്പൽ ദുരന്തം വരാൻ പോകുന്നത് വലിയ പ്രകൃതി ദുരന്തമാകുമോ? ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഐ എം സ്വാതി. വെൽക്കം ബാക്ക് ടു ടോക്ക് സ്പേസ്. വിഴിഞ്ഞത്ത് നിന്നും കൊച്ചിയിലേക്ക് പോയ MZLS-3 ലൈബീരിയൻ എന്ന കപ്പലാണ് അപകടത്തിൽപ്പെടുന്നത്. വിഴിഞ്ഞത്ത് നിന്നും വിവിധ തുറമുഖങ്ങളിലേക്ക് ഇറക്കാനുള്ള കണ്ടെയ്നറുകളാണ് ഇപ്പൊ ഈ ഒരു കപ്പലിൽ ഉണ്ടായിരുന്നത്. റഷ്യൻ വംശജനായിരുന്നു കപ്പലിലെ ക്യാപ്റ്റൻ ആയിരുന്നത്. ബാക്കിയുള്ളവർ ഈ ഫിലിപ്പീൻസുകാരും അതുപോലെ ഉക്രൈൻകാരും ജോർജിയക്കാരും എല്ലാം അതിലെ ജീവനക്കാരായിരുന്നു. ജീവനക്കാരെ എല്ലാവരെയും തന്നെ നമ്മൾ രക്ഷിച്ചു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ്. എങ്കിൽ പോലും കേരളം ഇനി വലിയ രീതിയിൽ ഭയക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം ഈ മറിഞ്ഞ കണ്ടെയ്നറുകളിൽ പലതിലും ഹൈലി ഫ്ലെയിമബിൾ ആയിട്ടുള്ള MgO ലോ സൾഫർ അല്ലെങ്കിൽ മറൈൻ ഗ്യാസ് ഓയിൽ ലോ സൾഫർ ആണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഡീസലിനേക്കാളും വ്യാപനശേഷിയുള്ള ഇന്ധനമാണ്. അത്രയും അപകടകാരിയായ ഒരു ഇന്ധനം ജലാശയത്തിൽ കലർന്നാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ, ഇത് കടലിന് ദോഷമാണ്, അതുപോലെ കരയ്ക്കും ദോഷമാണ്. സമുദ്രത്തിൽ ഈ ഇന്ധനം കലർന്നാൽ അത് വളരെ അപകടം നിറഞ്ഞ ഒരു ആയിട്ടാണ് മാറുന്നത്. കാരണം വിഷത്തിന് തുല്യമാണ് ഈ ഒരു ഇന്ധനം. സമുദ്രത്തിലെ എല്ലാ ജീവജാലങ്ങളും ഇതുമൂലം നശിക്കാൻ സാധ്യത കൂടുതലാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ സമുദ്രത്തിന് മുകളിൽ എണ്ണപ്പാടം രൂപപ്പെടുന്നതോടുകൂടി സമുദ്രത്തിലെ മത്സ്യങ്ങൾക്ക് ഓക്സിജൻ കിട്ടാതെ വരും. മാത്രമല്ല, ഇതിൽ അടങ്ങിയിരിക്കുന്നത് വളരെ അപകടകാരിയായിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് ആണ്. ഇപ്പോൾ ഈ ഇന്ധനം സ്പ്രെഡ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം എന്തൊക്കെ സമുദ്രജീവികൾ ജാലകങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, മത്സ്യങ്ങളും മറ്റ് ജീവജാലങ്ങളും ഉണ്ടായിട്ടുണ്ടോ, അതെല്ലാം തൽക്ഷണം നശിച്ചിട്ടുണ്ടാകും. അത്രയും കാഠിന്യമേറിയ വിഷപദാർത്ഥമാണിവ. മറ്റൊരു അപകടം ഒളിഞ്ഞു കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഈ ചത്തു പൊന്തി കിടക്കുന്ന മത്സ്യങ്ങളെ മറ്റു മത്സ്യങ്ങൾ കഴിക്കും. അതുമൂലം നശിക്കാൻ സാധ്യതയേറെയാണ്. ഇത്തരം വലിയ മത്സ്യങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും മനുഷ്യന്റെ ശരീരത്തിൽ എത്താൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ അത് മനുഷ്യന് വലിയ രീതിയിൽ ദോഷം ചെയ്യും. ഈ അപകടകാരിയായ ദ്രാവകം പെട്ടെന്ന് ജലത്തിൽ വ്യാപിക്കുന്നതാണ്. ജലത്തിൽ മാത്രമല്ല, ഇത് പെട്ടെന്ന് തന്നെ ബാഷ്പീകരണ സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് അന്തരീക്ഷത്തിൽ വ്യാപിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്, ഇത് വ്യാപനശേഷി കൂടുതൽ ഉള്ളതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. വ്യാപിക്കുന്നതിനനുസരിച്ച് ഈ വിഷത്തിന്റെ തീവ്രത ഒരുപക്ഷെ കുറയാൻ സാധ്യതയുണ്ട്. അതിനാൽ മറ്റു പ്രദേശത്തേക്ക് എത്തുന്ന ഈ ഒരു ദ്രാവകം കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങളുടെ ശരീരത്തിൽ കടന്നാൽ അത് ഒരു പക്ഷേ അവയ്ക്ക് മരണമൊന്നും സംഭവിക്കണമെന്നില്ല. എന്നാൽ ആ വിഷപദാർത്ഥം ആ മത്സ്യങ്ങളുടെ ശരീരത്തിൽ കടക്കുകയും അതിനെ ഭക്ഷിക്കുന്ന ഈ വലിയ വലിയ മീനുകളിലേക്ക് എത്തുകയും അതിനെ പിടികൂടുന്ന മനുഷ്യനിലേക്ക് ഈ വിഷം കൈമാറുകയും ചെയ്യുകയാണ് ഉണ്ടാവുന്നത്. ഇവിടെ നമ്മൾ ഭക്ഷിക്കുന്നത് മത്സ്യത്തെ ആകില്ല, പകരം എന്താണ്, വിഷത്തെ ആകും നമ്മൾ ഭക്ഷിക്കുന്നത്. അതുകൊണ്ട് മത്സ്യം കഴിക്കുന്നവർ ഈ ഒരു സമയത്ത് വളരെ ശ്രദ്ധിക്കണം. ഒരു പക്ഷേ ഈ വിഷം നമ്മുടെ മനുഷ്യന്റെ ഉള്ളിൽ ചെന്നാൽ നമുക്ക് മരണം സംഭവിക്കണം എന്നൊന്നും ഇല്ല, പക്ഷേ വലിയ മാരകമായ രോഗങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകൾ ചിലപ്പോൾ ഉണ്ടാകും. തീരപ്രദേശത്തേക്ക് ചേർന്നാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഹൈഡ്രോ കാർബണുകൾ ബീച്ചിലൊക്കെ അടിഞ്ഞു കൂടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇപ്പൊ തന്നെ നമുക്കറിയാം, കൊല്ലത്തും മറ്റു പല സ്ഥലങ്ങളിലും കണ്ടെയ്നറുകളും അതിലെ സാധനങ്ങളും എല്ലാം തീരദേശത്ത് അടിഞ്ഞിട്ടെന്നുള്ള വിവരങ്ങൾ നമ്മൾ TV-യിലൂടെ ഒക്കെ കണ്ടു കഴിഞ്ഞു. ഇവിടെ ഈ ദ്രാവകം തീരദേശത്ത് അടിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കാണാനൊക്കെ അതിന് സാധിക്കും. ആ ഒരു ദ്രാവകത്തെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ചില സമയത്ത് നമുക്കത് കാണാൻ സാധിക്കണമെന്നുമില്ല. അങ്ങനെയെങ്കിൽ ഒരു കാരണവശാലും ജനം അതിൽ സ്പർശിക്കാൻ പാടില്ല. അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ പൊള്ളൽ അനുഭവപ്പെടാം, ചൊറിച്ചിൽ അനുഭവപ്പെടാം, അസഹനീയമായിട്ട് ചൊറിച്ചിലായിരിക്കും. ഇത് വലിയ ശാരീരിക ബുദ്ധിമുട്ടിലേക്കൊക്കെ എത്തിക്കാം. അതുകൊണ്ട് തന്നെ മീൻ പിടിക്കാൻ ഇറങ്ങുന്നവരും അതുപോലെ ബീച്ചിൽ ഉല്ലസിക്കാൻ ഇറങ്ങുന്നവരും എല്ലാം കുറച്ച് ദിവസത്തേക്ക് കടലിലേക്ക് പോകാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം. കൗതുകം കാരണം പലരും ഇപ്പോൾ കണ്ടെയ്നർ അടിഞ്ഞതും അല്ലെങ്കിൽ സാധനം അടിഞ്ഞതും എല്ലാം കാണാനെല്ലാം മറ്റും വരും. ദയവ് ചെയ്ത് ഒന്നിനും തൊടാതിരിക്കുക. വളരെ അപകടം നിറഞ്ഞ ഒരു അപകടാവസ്ഥയാണ് ഇപ്പൊ കൊച്ചി തീരത്തുണ്ടായിട്ടുള്ളത്.
അതുപോലെ NGO ലോ സൾഫർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്തരീക്ഷവുമായിട്ട് പെട്ടെന്ന് കൂടി കലരുന്ന ഒന്നാണ്. ചൂടുള്ള കാലാവസ്ഥയിലാണ് ഇത് വലിയ രീതിയിൽ പടരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ശാരീരിക അസ്വസ്ഥതകളെല്ലാം ജനങ്ങൾക്ക് ഉണ്ടാകും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മഴയൊക്കെ തുടങ്ങിയതിനാൽ അന്തരീക്ഷം വളരെ തണുത്തിരിക്കുകയാണ്. ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ തീരപ്രദേശത്ത് താമസിക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതാണ്. കാരണം ഇപ്പോൾ ജലത്തിൽ കലർന്നിരിക്കുന്ന ഈ ദ്രാവകം നിർവീര്യമാക്കാൻ നമ്മുടെ സുരക്ഷാ സേനയ്ക്ക് സാധിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അത് കുറച്ച് പ്രയാസകരമായിട്ടുള്ള ഒരു ദൗത്യമാണ്. ഇതിനായിട്ട് കുറച്ച് സമയമൊക്കെ എടുക്കേണ്ടി വരും. അതുവരെ ഇത്തരത്തിൽ കടലിൽ ദ്രാവകമോ അല്ലെങ്കിൽ കണ്ടെയ്നറോ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആരും അടുക്കാതിരിക്കുക. അതുപോലെ വേണ്ടപ്പെട്ട അധികൃതരെ അറിയിക്കുക. മറ്റൊന്ന്, മത്സ്യബന്ധനത്തിന് ഇറങ്ങുന്നവരും അതുപോലെ ഈ വിനോദത്തിനും മറ്റും ഇറങ്ങുന്നവരെല്ലാം അധികൃതരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കടലിൽ ഇറങ്ങാവൂ. ഇവിടെ പേടിയല്ല വേണ്ടത്, ജാഗ്രതയാണ് കൈക്കൊള്ളേണ്ടത്.